നമസ്കാരം. ഫാങ്ഷുയി. ഞാൻ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോ വിവാഹം നടക്കുന്നില്ലേ, അത് നടക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ഇട്ടിരുന്നത്. എന്നാൽ വിവാഹം നടന്നിട്ടുള്ള പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ബന്ധങ്ങളിൽ ഉരച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. അവരൊക്കെ ജാതകം നോക്കിയിട്ടോ അതല്ലെങ്കിൽ നക്ഷത്ര ചേർച്ച നോക്കിയിട്ടോ ഒന്നുമല്ല വിവാഹിതരായിട്ടുള്ളത്. രണ്ട് വ്യത്യസ്തമായ കുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരം നിലനിൽക്കുന്ന ചുറ്റുവട്ടങ്ങൾ നിലനിൽക്കുന്ന വീടുകളിൽ നിന്ന് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇഷ്ടപ്പെടുന്നു. അവർ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനം വന്നതിന് ശേഷം അവർ ഒന്നിച്ച് ജീവിതം തുടങ്ങി. കുറച്ച് നാൾ 1-2 കുട്ടികളൊക്കെ ആയതിനു ശേഷം പുരുഷനിൽ സ്വഭാവ വ്യതിയാനങ്ങൾ അഥവാ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ആ ബന്ധങ്ങളിൽ ഉലച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് പല രീതിയിലുള്ള ബന്ധങ്ങളും ആ പുരുഷൻ സ്ഥാപിച്ചു. കാരണം നേരത്തെ ഉണ്ടായിരുന്ന, അതായത് നേരത്തെ അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന, സ്നേഹ ബന്ധങ്ങളിലൂടെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വഞ്ചിക്കുന്ന രീതിയിലോട്ടാണ് ആ ചെറുപ്പക്കാരൻ കടന്നുപോയത്. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച്, ഇല്ലെങ്കിൽ അവർ കാണാൻ ഇടയായ ഒരു സാഹചര്യത്തിൽ മറ്റു ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അത് സഹിക്കാനാകുമോ? ഇല്ല. അങ്ങനെയുള്ള പല ബന്ധങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതിന് ഫെങ്ഷുയിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പരസ്പരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് പുരുഷന്റെ സ്വഭാവങ്ങളും മറ്റും നമ്മൾ മനസ്സിലാക്കി വളരെ സൗമ്യമായ ഭാഷയിൽ അവരോട് സംസാരിച്ച് ആ ബന്ധങ്ങളിൽ എന്തെങ്കിലും തുടക്കത്തിലേ നമുക്ക് അതിൻ്റെ വേരുകൾ പറിക്കുവാൻ പറ്റുകയാണെങ്കിൽ അത് ഇല്ലാതാക്കുവാൻ വേണ്ടി സാധിക്കും. സംശയങ്ങൾ മാത്രം ആ നിഴലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള ബന്ധങ്ങൾ ഒരിക്കലും നമുക്ക് പുഷ്ടിപ്പെടുത്താൻ കഴിയില്ല. അതിനുശേഷം ആ സ്ത്രീ, ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തികമായിട്ടും സമൂഹത്തിൽ നിന്നുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും കൂടി ഈ കൂട്ടർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഒരു ജീവിതമാണ്. ആ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കരുതലോടുകൂടി വേണം നമുക്ക് അത് തിരഞ്ഞെടുക്കാനുള്ളത്. പണ്ട് പറയുന്നത് പോലെ ചക്കയാണെങ്കിൽ നമുക്ക് ചുഴുന്ന് നോക്കാം അത് പാകമായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ അതിന് നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെ കഴിയാത്ത രീതിയിൽ നമ്മൾ വഞ്ചിതരാകാതിരിക്കുവാൻ വേണ്ടി എടുത്തുചാട്ടം ഒഴിവാക്കണം. നമുക്ക് ഒരു പ്രായത്തിൽ പല രീതിയിലുള്ള എടുത്തുചാട്ടങ്ങളും സ്വഭാവങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിക്കാം. അന്ന് അച്ഛനമ്മമാർ പറയുന്നതൊന്നും കേൾക്കാതെ ആ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഒരു ജന്മം മുഴുവൻ കുട്ടിയെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് ജോലി വാങ്ങി എല്ലാ കാര്യങ്ങളും ആ കുട്ടിയെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന 2 മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും അവരെ എല്ലാം നിരാശയിലാക്കി കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ശ്രദ്ധിച്ച് തന്നെ പോസിറ്റീവായിട്ട് മാത്രം ഈ വീഡിയോ എടുത്ത് ചിന്തിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.